And welcome to EC Learn 365 Banking and Insurance classes. Today we are going to discuss negotiable instruments. അതിലെ ആദ്യത്തെ പാർട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ വിവിധ തരത്തിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ മുൻപ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടിട്ടില്ലെങ്കിൽ അത് കേട്ടതിന് ശേഷം തുടർന്ന് ഈ സെഷനിലേക്ക് വരിക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ വി വിൽ മൂവ് ഓൺ ടു ദ സെഷൻ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കിയാൽ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ദോസ് ഡോക്യുമെൻറ്റ്സ് വിച്ച് ആർ ഫ്രീലി യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്. കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിൽ ധാരാളമായിട്ട് ബിസിനസ്സുകാർ ഡേ ടു ഡേ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇൻസ്ട്രുമെൻസിനെ, അത് ബാങ്കുമായിട്ട് ധാരാളം കണക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ഏറെ ബന്ധമുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ബാങ്കിങ്ങിൽ അത് കൃത്യമായിട്ട് പഠിക്കുന്നത്. നെഗോഷ്യബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ട്രാൻസ്ഫറബിൾ എന്നാണ്, ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിൽ അവരുടെ ട്രാൻസാക്ഷൻസ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടി, സേഫായിട്ട് നടക്കുന്നതിന് വേണ്ടി, സെക്യൂറായി നടക്കുന്നതിന് വേണ്ടി ബിസിനസ്സുകാർ ഉപയോഗിക്കുന്ന പല ഇൻസ്ട്രുമെൻസുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പലതും നമ്മൾ കേട്ടും കണ്ടും പരിചയമുള്ളതാണ്. അതിൻ്റെ ഫീച്ചേഴ്സും അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് ഇതിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. Simply by endorsement and delivery, the legal title of these can be transferred. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ പറയും ഡോക്യുമെന്റുകളിൽ സൈൻ ചെയ്യുന്നതാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ അധികാരം അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പൊസഷനിലും ഓണർഷിപ്പിലും ഇരിക്കുന്ന ഒരു സാധനം, ഒരു ഡോക്യുമെന്റ്, അത് മറ്റൊരാൾക്ക് അതിൻ്റെ സിഗ്നേച്ചറിൽ കൂടെ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ, എൻഡോഴ്സ്മെന്റ് മാത്രമല്ല, സിഗ്നേച്ചർ മാത്രമല്ല, അത് ഡെലിവർ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നീടുള്ള റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ഓണർഷിപ്പും പൊസിഷനും മറ്റൊരു വ്യക്തിയിലേക്ക് ലഭിക്കുന്നു. ഇതിനാണ് എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി എന്ന് പറയുന്നത്. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചെക്ക് എന്ന് പറയുന്നത്. ചെക്കുകൾ നമ്മുടെ ഓൺ പേരിലുള്ള ചെക്കുകൾ നമ്മൾ സൈൻ ചെയ്ത് അത് മറ്റൊരു വ്യക്തിക്ക് കൈമാറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഓണർഷിപ്പ് മറ്റൊരു വ്യക്തിക്കായിട്ട് അത് മാറും. പിന്നീട് നമുക്കതിൽ യാതൊരു റൈറ്റും ഇല്ല. അപ്പം അങ്ങനെയാണ് ഈ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി പോസിബിൾ ആവുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പരിശോധിക്കാം. ദാറ്റ് ഈസ് വൈ ദീസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫറബിൾ ആൻഡ് നോട്ട് അസൈനബിൾ. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും, ബട്ട് നമുക്കത് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്നൊരു വ്യക്തിക്ക് അത് പോയി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വരാനായിട്ട് അവർക്ക് ആവശ്യത്തിന് നമുക്ക് പണം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിലുപരിയായിട്ട് നമ്മളുടെ ഓൺ ആവശ്യത്തിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ അത് ഏൽപ്പിച്ച് നമുക്ക് വേണ്ടി ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 സെക്ഷൻ 13 ഇങ്ങനെ പറയുന്നു: നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് മീൻസ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്സ് പേയബിൾ എയ്തർ ടു ഓർഡർ ഓർ ടു ദ ബെയറർ. നമുക്ക് വളരെ പരിചിതമായ ചില പേരുകളാണ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഏറ്റവും പരിചിതമായിട്ടുള്ളതാണ് ചെക്കുകൾ. അതുപോലെയുള്ള പല ഇൻസ്ട്രുമെന്റ്സിനെയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ആൻഡ് ദീസ് ആർ പേയബിൾ എയ്തർ ടു ഓർഡർ ഓർ ടു ദ ബെയറർ എന്ന് പറഞ്ഞാൽ, ആർക്കാണോ നമ്മളത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ടു ഓർഡർ. നമ്മൾ ചെക്കിലാണെങ്കിൽ പേ ടു ദിസ് പേഴ്സൺ അല്ലെങ്കിൽ പേ ടു ദിസ് അക്കൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരിക്കും. സോ ആ അക്കൗണ്ടിലേക്കും ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കുമായിരിക്കും അത് ലഭിക്കുക. ഓർ ടു ദ ബെയറർ എന്ന് പറയുമ്പോൾ ചില കേസിൽ പേര് കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ചെക്കുകളാണെങ്കിൽ ബെയറർ ചെക്കുകൾ എന്ന് പറയും, പേ ക്യാഷ് എന്ന് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആരാണോ ആ ചെക്ക് കൈവശം വെക്കുന്നത് ആ വ്യക്തിക്ക് അത് ലഭിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് ചില ഫീച്ചേഴ്സ് നോക്കാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ. ഒന്ന്, ഇത് ഫ്രീ ട്രാൻസ്ഫർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ക്യാൻ ബി വെരി ഈസിലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ either by mere delivery or by endorsement and delivery. നമുക്ക് ചില ഇൻസ്ട്രുമെന്റുകൾക്ക് എൻഡോഴ്സ്മെന്റ് ആവശ്യമില്ല. പ്രത്യേകിച്ച് ചില ഇൻസ്ട്രുമെന്റുകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി, നമ്മുടെ ഓണർഷിപ്പ് അയാൾക്ക് കൊടുത്താൽ മാത്രം മതി. പക്ഷേ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി വേണ്ട ചില ചെക്കുകളല്ല ഇൻസ്ട്രുമെന്റുകളുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ഇതിന്റെ ട്രാൻസ്ഫർ പോസിബിൾ ആക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രീ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ മറ്റ് യാതൊരു ബാധ്യതകളും ഇല്ലാതെ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.
ട്രാൻസ്ഫർ ഫ്രീ ഫ്രം ഡിഫക്ട്സ്. ചില ട്രാൻസ്ഫേഴ്സിൽ നമുക്ക് ഡിഫക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കാര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഇഫ് ദ ട്രാൻസ്ഫറർ ഹാസ് എ ബാഡ് ടൈറ്റിൽ ടു ദ ഇൻസ്ട്രുമെന്റ്, he can still pass on a good title to any holder who takes it in a good faith and without negligence and for valuable consideration. Thus it cuts off the prior defenses in instruments. ഇപ്പോൾ നമുക്കൊരു ചെക്ക് ലഭിച്ചിരിക്കുന്നത് ചിലപ്പോൾ തെറ്റായ മാർഗത്തിലായിരിക്കാം. അതാണ് ബാഡ് ടൈറ്റിൽ എന്ന് പറയുന്നത്. തെറ്റായ ട്രാൻസാക്ഷൻസ് കൂടി ആയിരിക്കാം ഒരുപക്ഷെ അയാൾക്ക് ആ പണം ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇല്ലീഗലായിട്ടായിരിക്കാം ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ആ വ്യക്തി തന്നെ ഒരു ലീഗലായ കാര്യത്തിന് വേണ്ടി ആ പണം മുടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ലഭിക്കുന്ന ഇൻസ്ട്രുമെന്റ് ലഭിക്കുന്ന, ഇപ്പോൾ ചെക്ക് ആണെങ്കിലും ഡി ഡി ആണെങ്കിലും ഒക്കെ ലഭിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ലീഗലായിട്ടുള്ള മണിയാണ്. കാരണം ഈ മുൻപ് ബാഡ് ടൈറ്റിൽ ഉണ്ടായിരുന്ന ആളിൽ നിന്നും അയാളുടെ സോഴ്സോ അല്ലെങ്കിൽ അയാളുടെ വരുമാന മാർഗങ്ങളോ ഒന്നും അറിയാതെ ഗുഡ് ഫെയ്ത്തിലാണ്, അതുപോലെ തന്നെ മറ്റ് എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സും പാലിച്ചുകൊണ്ട് വാല്യുബിൾ കൺസിഡറേഷനോട് കൂടിയാണ് അദ്ദേഹം ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് കൈപ്പറ്റുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലും മുൻപുണ്ടായിരുന്ന ബാഡ് ടൈറ്റിൽ ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഗുഡ് ടൈറ്റിൽ ലഭിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കള്ളക്കടത്തിൽ കൂടെ ലഭിക്കുന്ന ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി പണം കൈമാറുകയാണ്. അപ്പോൾ ഇത് കള്ളക്കടത്തിൽ നിന്ന് ലഭിച്ചതായ പണമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് പണം വാങ്ങിയതിരുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഗുഡ് ടൈറ്റിൽ എന്ന് പറയാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയാം. പക്ഷെ അത് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം അത് കൈമാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബാഡ് ടൈറ്റിൽ അല്ല, ഗുഡ് ടൈറ്റിലാണ് ലഭിക്കുന്നതെന്ന് പറയാൻ കഴിയും. റൈറ്റ് ടു സ്യൂ ഇസ് ദെയർ. ദ ഹോൾഡർ ഹാസ് ദ റൈറ്റ് ടു സ്യൂ ഇൻ ഹിസ് ഓൺ നെയിം വെൻ നീഡഡ്. ചില സാഹചര്യങ്ങളിൽ ഇപ്പം നമുക്ക് ചെക്ക് ലഭിച്ചു, ആ ചെക്ക് നമുക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഡി ഡി ആണെങ്കിലോ അല്ലെങ്കിൽ പ്രോമിസറി നോട്ടാണെങ്കിലോ ലഭിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ബാങ്കിനാണെങ്കിലും അതുപോലെ ഒരു വ്യക്തിക്കാണെങ്കിലും സ്ഥാപനങ്ങൾക്കാണെങ്കിലും ഒക്കെ തന്നെ കോടതിയെ സമീപിക്കാനുള്ള അവസരമുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് റൈറ്റ് ടു സ്യൂ. തുടർന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോ നോട്ടീസ് ടു ട്രാൻസ്ഫർ. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നോട്ടീസിന്റെ ആവശ്യമില്ല. ദ ട്രാൻസ്ഫറർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ക്യാൻ സിംപ്ലി ട്രാൻസ്ഫർ ദ ഡോക്യുമെന്റ് without serving any notice of transfer to the party who is liable on the instrument pay. ഇപ്പോൾ നമുക്ക് ചെക്ക് ലഭിച്ചിരിക്കുന്നു, ആ ചെക്ക് കൃത്യമായിട്ടുള്ള പേയ്മെന്റ് ലഭിക്കണമെങ്കിൽ ചെക്ക് തന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ആഫ്റ്റർ തന്ന വ്യക്തിക്ക് അതിൻ്റെ നോട്ടീസ് കൊടുത്ത് നിങ്ങളുടെ പണം എനിക്ക് തരണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയോ മറ്റേതെങ്കിലും രീതിയിലോ നമുക്ക് അതിൻ്റെ പണം ലഭിക്കുന്നതിനുള്ള സ്രോതസ്സിലേക്ക് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് പണം തരേണ്ട വ്യക്തിക്ക് മുൻകൂറായിട്ട് നോട്ടീസ് കൊടുത്ത് നമുക്കത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പ്രിസംഷൻസ് ഹാസ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ചില പ്രീ അസംഷൻസ് നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കേസിലുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ പറയാവുന്നത്, ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ദാറ്റ് ദി ഇൻസ്ട്രുമെന്റ് ഹാസ് ബീൻ ഓൾവേസ് ഒബ്റ്റെയിൻഡ് ഫോർ കൺസിഡറേഷൻ. ചില പ്രിസംഷൻസ് അങ്ങനെയാണ്. അതായത് ഇപ്പം നമുക്കൊരു ചെക്ക് ലഭിച്ചിരിക്കുന്നത് വെറുതെ ഒരു ആവശ്യമില്ലാതെ ഒരു വ്യക്തി ചെക്ക് കൊടുക്കുന്നു എന്നുള്ള നിലയിലല്ല. നമ്മൾ ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ആ വ്യക്തിക്ക് ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് റിസീവ്ഡ് സം കൺസിഡറേഷൻ. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമ്പോഴാണ് അദ്ദേഹം നമുക്ക് അതിൻ്റെ പണം എന്നുള്ളത് ക്യാഷ് ആയിട്ട് തരുന്നതിന് പകരം ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ കൂടെ തരുന്നു. അപ്പോൾ കൺസിഡറേഷൻ ഉണ്ട് എന്നുള്ളത് ഒരു പ്രിസംഷൻ ആണ്. അത് അങ്ങനെ ഇല്ലെങ്കിൽ ഇതിൻ്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൻ്റെ പരിധിയിൽ അത് വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിനി ചില നമുക്ക് പരിചിതമായിട്ടുള്ളത് തന്നെയാണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനെ പരിചയപ്പെടാൻ പോവുകയാണ്. ഒന്ന് പ്രോമിസറി നോട്ടുകളാണ്. നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ കേട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പ്രോമിസറി നോട്ട്. According to Section 4 of Negotiable Instruments Act, promissory note is an instrument in writing, not being a bank note or a currency note, containing an unconditional undertaking signed by the maker to pay a certain sum of money only to the order or a certain person or to the bearer of the instrument. നമ്മൾ ഓരോ സെന്റൻസും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ
കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയും. എനിവേ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. നമുക്ക് പണം തരാനുള്ള വ്യക്തിയും പണം കൊടുക്കാനുള്ള വ്യക്തിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് പോലെയാണ് ഈ ഒരു ഡോക്യുമെന്റ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഇവിടെ ഈ കാണുന്നതാണ് പ്രോമിസറി നോട്ടിന്റെ ഒരു രൂപം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഡേറ്റ്, എമൗണ്ട്, അതുപോലെ മിസ്റ്റർ ABC മേക്ക് കമ്മിറ്റ്മെന്റ് ടു പേ XYZ company the sum of rupees ഇത്ര രൂപ. Repayment is to be made in the form of 200 equal payments at the interest rate of $7.25, payable on 1 of each month, first 10th of each month, beginning on 10/1/2011 until the total amount is debt is paid. അങ്ങനെ അതിൻ്റെ വിറ്റ്നസ്സും ഒക്കെ സൈൻ ചെയ്തതിൻ്റെയും അതിൽ നോട്ടറി നോട്ടറി എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹത്തിന് നോട്ടറി സ്റ്റാറ്റസ് ലഭിക്കുന്നുണ്ട്. ആ നോട്ടറി അറ്റസ്റ്റേഷൻ അത് ചെയ്തിരിക്കണം. ഇങ്ങനെയാണ് ഒരു പ്രോമിസറി നോട്ട് വരുന്നത്. അപ്പോൾ ഇന്ന ഒരു വ്യക്തി ഇവിടെ ABC XYZ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണ്, ഇത്ര പണം ഇത്ര രൂപയ്ക്കുള്ളിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ഈക്വൽ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നു വീട്ടിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു പ്രോമിസറി നോട്ടാണ്. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് ഇത് അയാളുടെ കയ്യിലൊരു ഡോക്യുമെന്റ് ആയിട്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമയാസമയങ്ങളിൽ അദ്ദേഹത്തിന് പണം ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതൊരു വാലിഡ് പ്രൂഫായിട്ട് മാറുന്നു, പ്രത്യേകിച്ച് നോട്ടറി അറ്റസ്റ്റേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോമിസറി നോട്ട് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. നമുക്ക് mere verbal promises or oral undertaking does not constitute a promissory note. The intention of the maker of the note should be signified by writing in clear words on the instrument itself that he undertakes to pay a particular sum of money to the payee or order to the bearer. അപ്പോൾ ഒരിക്കലും വാക്കാലുള്ള ഒരു എഗ്രിമെന്റ്, നമ്മൾ ഇത്ര പണം തന്നുകൊള്ളാം, ഇന്ന സമയത്തിനുള്ളിൽ തന്നുകൊള്ളാം എന്ന് പറയുന്ന വാക്കാലുള്ള എഗ്രിമെന്റ് ഒരിക്കലും നമുക്ക് പ്രോമിസറി നോട്ടായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അതിന് പകരം റൈറ്റിങ്ങിലുള്ള ഡോക്യുമെന്റ് മാത്രമേ, നമ്മൾ കാണിച്ച ഫോർമാറ്റിനോട് തുല്യമായ രീതിയിലുള്ള പ്രോമിസറി നോട്ട് മാത്രമേ നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ an express promise or clear undertaking to pay. The promise to pay must be expressed. It cannot be implied or inferred. A mere acknowledgement or of indebtedness is not enough. നമ്മൾ കൃത്യമായിട്ട് ഐ പ്രോമിസ് ടു പേ എന്ന് പറയുന്ന രീതിയിലുള്ള ക്ലിയർ വേർഡ്സ് അവിടെ ആവശ്യമാണ്. അല്ലാതെ നമ്മൾ അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇംപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെ മനസ്സിലാക്കിയെടുക്കാവുന്ന രീതിയിലല്ല, ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഒട്ടും വേഗമില്ലാതെ എക്സ്പ്രസ് ചെയ്തിരിക്കണം ഐ പ്രോമിസ് ടു പേ എന്നുള്ളത്. എങ്കിൽ മാത്രമേ അത് പ്രോമിസറി നോട്ടിന്റെ ഫീച്ചറിൽ വരുള്ളൂ. The promise to pay must be definite and unconditional. The promise to pay contained in the note must be unconditional. If the promise to pay is coupled with a condition, it is not a promissory note. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ട ഫോമാറ്റിൽ കണ്ടിരിക്കും ഐ പ്രോമിസ് ടു പേ ദിസ് എമൗണ്ട് ടു ദാറ്റ് പേഴ്സൺ എന്നുള്ളതാണ്. അവിടെ യാതൊരു തരത്തിലുള്ള കണ്ടീഷൻസും പറയുന്നില്ല. അതായത് ഇപ്പോൾ ABC എന്ന് പറയുന്ന കമ്പനി പറയുകയാണ് XYZ ഞങ്ങൾക്ക് ഇന്നിന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ പണം തരാം എന്നൊരു കണ്ടീഷനായിട്ടാണ് അവിടെ വെക്കുന്നതെങ്കിൽ ഒരിക്കലും അത് പ്രോമിസറി നോട്ട് അല്ല. അങ്ങനെ ഒരു കണ്ടീഷണലായിട്ടുള്ള ഡോക്യുമെന്റ് അല്ല പ്രോമിസറി നോട്ട്. അതിന് നമുക്ക് കോൺട്രാക്റ്റ് എന്നോ മറ്റോ വിളിക്കാം. ഇത് ജസ്റ്റ് ഈ പേയ്മെന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള കണ്ടീഷൻസും സെർവ് ചെയ്യാനായിട്ട് പ്രോമിസറി നോട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. The maker of the pro note must be certain. The instrument should show the fact of it as to who exactly is liable to pay. The name of the maker should be written clearly and uncertainable on seeing the document. വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് ഇൻസ്ട്രുമെന്റ് എഴുതുന്നത്? ഇൻസ്ട്രുമെന്റ് എഴുതുന്നത് ആരാണോ പണം അടയ്ക്കേണ്ടത് ആ വ്യക്തിയായിരിക്കും ഇൻസ്ട്രുമെന്റ് എഴുതുക. അപ്പോൾ ഹൂ ഈസ് എക്സാക്ട്ലി ലയബിൾ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ ആ കൊടുക്കേണ്ടുന്ന വ്യക്തിയോ ആ കമ്പനിയോ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് അതിനകത്ത് കൊടുത്തിരിക്കണം പ്രോ നോട്ടിനകത്ത്. It should be signed by the maker. Unless the maker signs the instrument, it is incomplete and of no legal effect. Therefore, the person who promises to pay must sign the instrument even though it might be written by the promiser himself. പ്രോമിസർ തന്നെ എഴുതിയതാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഇല്ല എങ്കിൽ
പ്രോ നോട്ട് ഒരിക്കലും വാലിഡ് ആയിരിക്കില്ല. അത് ഒരുവിധം എല്ലാ ലീഗൽ ഡോക്യുമെന്റുകളിലും അത് ബാധകമാണ്. The amount must be certain. The amount undertaken to be paid must be definite or certain or not vague. That is, it must not be capable of contingent additions or subtractions. തെറ്റായ രീതിയിൽ നമുക്ക് അതിനെ വളച്ചൊടിക്കാൻ കഴിയുന്ന രീതിയിൽ അത് എഴുതരുത്, കൃത്യമായി എഴുതണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 1000 രൂപയാണ് കൊടുക്കാനുള്ളത് എങ്കിൽ അത് വേർഡ്സിലും നമ്പേഴ്സിലും ലെറ്റേഴ്സിലും എഴുതുന്നത് 1000 rupees ഓൺലി എന്ന് എഴുതുന്നത്. കാരണം അതിൽ പിന്നീട് ഒരു കൂട്ടിച്ചേർക്കലുകളോ കുറയ്ക്കലുകളോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ 1000 ആണെന്നുണ്ടെങ്കിൽ 1000 ഓൺലി എന്ന് എഴുതാം. അപ്പോൾ അവിടെ എന്താണ് 1000 ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് അല്ലെങ്കിൽ 3 എന്നൊക്കെ ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000 ഓൺലി എന്ന് സ്പെസിഫിക് ആയിട്ട് അവിടെ എഴുതിയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ 10,000 ഓൺലി എന്ന് എഴുതിയിരിക്കും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. The promise should be to pay money. The promissory note should contain a promise to pay money and money only. Legal tender money, that is legal tender money. The promise cannot be extended to payments in the form of goods, shares, bonds, foreign exchange, etc. മറ്റൊരു തരത്തിലുമുള്ള പ്രോമിസുകൾ ഇതിനകത്ത് ഉൾപ്പെടാൻ കഴിയില്ല. ഗുഡ്സോ സർവീസോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊന്നും പറ്റില്ല. ലീഗൽ ടെൻഡർ ഉള്ള, അതായത് ഒരു രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട കറൻസി, അതിനെ സംബന്ധിച്ച് ലീഗൽ ടെൻഡർ എന്ന ടേമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ ലീഗൽ ടെൻഡർ ഉള്ള മണി മാത്രം ട്രാൻസ്ഫർ ചെയ്യാനേ നമുക്ക് പ്രോ നോട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. The pay must be certain. The money must be payable to a definite person or according to his order. The payee must be ascertained by name or by designation, but it cannot be made payable either to bearer or to the maker himself. ആർക്കാണ് ഈ പണം എത്തിച്ചേരേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ സ്ഥാപനമാണെങ്കിൽ, ഒരു കമ്പനി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനും വേണമെങ്കിൽ ചേർക്കാം, അല്ല എങ്കിൽ ഡെസിഗ്നേഷൻ മാത്രമായിട്ട് ചേർക്കാം. കാരണം ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഡെസിഗ്നേഷൻ പേ ടു ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദിസ് കമ്പനി എന്ന് നമുക്ക് വയ്ക്കാം. അപ്പോൾ ആരാണോ ചാർജ് ഉള്ളത് ആ വ്യക്തിക്ക് അത് ലഭിക്കുമെന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബെയർ ദ റിക്വയർഡ് സ്റ്റാമ്പിംഗ്. The promissory note should be necessarily bear sufficient stamp as required by the Indian Stamp Act 1889. സ്റ്റാമ്പിങ് ചെയ്തിരിക്കണം. എല്ലാ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസിലും ഇത്തരം സ്റ്റാമ്പിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്റ്റാമ്പിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കപ്പെടുന്ന, കോടതിയിൽ ലീഗലായിട്ട് അത് നിലനിൽക്കുകയുള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു വരുമാന മാർഗം കൂടിയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. It should be dated. The date of the promissory note is not material unless the amount is made payable at a particular time after the date. Even then, the absence of the date does not invalidate the pro note and the date of execution can be independently proved. ഇതിൽ ഡേറ്റ് പ്രധാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ നമുക്കവിടെ കോൺഫ്ലിക്റ്റുകൾ ഇല്ല എങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അതേസമയം ഡേറ്റ് ഇല്ല എന്നതുകൊണ്ട് ഇത് ഇൻവാലിഡ് ആവുന്നില്ല. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഡേറ്റ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി വരുമ്പോൾ ഡേറ്റ് ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ്. ഡിമാൻഡ്. The promissory note may be payable on demand or after a certain definite period of time. നമുക്ക് അത് ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്ക് മെച്യൂരിറ്റി ആകുമ്പോൾ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അതിനെ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രം, ആരാൾക്ക് പേയ്മെൻറ്റ് ലഭിക്കേണ്ട ആൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് കൊടുത്താൽ മതി. The rate of interest. It is unusual to mention in the rate of interest per annum. When the instrument itself specifies the rate of interest payable on the amount mentioned it, interest must be paid at the rate from the date of instrument. സ്വാഭാവികമായിട്ടും പലപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റുകൾ പറയാറില്ല, പക്ഷേ മിക്കവാറും ചില കാര്യങ്ങളിലൊക്കെ അത് എഴുതാറുണ്ട്. ഇപ്പം നമ്മൾ കണ്ട എക്സാമ്പിളിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ചെക്കുകളാണ്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. According to Section 6 of Negotiable Instrument Act, check as a bill of exchange drawn on a specified banker and not expressed to be payable otherwise than on demand.
അപ്പോൾ ചെക്കിനെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ അത് എഴുതപ്പെട്ടിട്ടുള്ളത് ബാങ്കറുടെ പേരിലാണ്. അതുപോലെ അത് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രം അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുമാണ് എന്നുള്ളതാണ് ചെക്കിനെ സംബന്ധിച്ച് പറയുന്നത്. ചെക്ക് നമുക്ക് വളരെ പരിചിതമാണ്. ചെക്കിൻ്റെ ഒരു ഫോമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, HDFC ബാങ്കിൻ്റെ. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് പേ ചെയ്യേണ്ടത് ആർക്കാണെന്ന് കൊടുത്തിട്ടുണ്ട്, എത്ര രൂപയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ ഇവിടെ നമ്പേഴ്സിൽ എഴുതണം. അതുപോലെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസും സിഗ്നേച്ചർ ഇടാനുള്ള ഒരു കോളവും എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ചെക്കിൻ്റെ രൂപം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ചെക്കുകൾ അവൈലബിൾ ആകുന്നുണ്ട്. ഈവൻ ഇൻ സം കേസ് ഓഫ് നോ ഫ്രിൽ അക്കൗണ്ട്സ്, അത് സീറോ ബാലൻസ് അക്കൗണ്ട്സിൽ പോലും അത് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്ന സ്ട്രക്ചർ തന്നെയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ഫീച്ചേഴ്സ് നോക്കിയാൽ ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്, അഗെയിൻ ഓറൽ ആയിട്ടുള്ള ഒന്നും നമ്മൾ ചെക്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. ചെക്ക് കൃത്യമായി എഴുതിയിരിക്കണം. അത് ഇങ്ക് പെൻ കൊണ്ടോ ബോൾ പെൻ കൊണ്ടോ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടോ ഈവൻ പ്രിന്റഡ് ആയിട്ടുകൊണ്ടോ നമുക്ക് ചെക്കുകൾ കൊടുക്കാവുന്നതാണ്. അത് ഇപ്പം നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ചെക്ക്, ഓൺലൈൻ ബാങ്കിൽ കൂടെ ചെക്ക് എടുക്കാൻ സാധിക്കും. അതിലൊക്കെ ടൈപ്ഡ് ആയിട്ടുള്ള ചെക്കുകൾ നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയും നമുക്ക് ചെക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. അൺകണ്ടീഷണൽ ഓർഡർ തന്നെയായിരിക്കണം. നമ്മൾ പ്രോമിസറി നോട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഗുഡ്സോ സർവീസോ ട്രാൻസ്ഫർ ചെയ്യാമെന്ന ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു ചെക്ക് നമുക്ക് എഴുതാനായിട്ട് കഴിയില്ല. അത് അൺകണ്ടീഷണൽ തന്നെയായിരിക്കണം. ചെക്ക് ഈസ് ഡ്രോൺ ബൈ എ കസ്റ്റമർ ഓൺ ഹിസ് ബാങ്ക്. എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ സ്പെസിഫിക് ബാങ്ക് മെൻഷൻ therein. Check drawn by stranger is of no meaning. Checkbook facilities made available only to the account holder who are supposed to maintain certain minimum balance in the account. ഒരു കസ്റ്റമർക്ക് കസ്റ്റമറുടെ ബാങ്കിൻ്റെ പേരിൽ മാത്രമേ ഒരു ചെക്ക് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് എസ് ബി ഐയിൽ അക്കൗണ്ട് ഇല്ലാതെ SBIയുടെ ഒരു ചെക്ക് ഉപയോഗിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഞാൻ അങ്ങനെ എഴുതുന്നുവെങ്കിൽ ആ ചെക്കിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല. സ്വാഭാവികമായും ചെക്കുകൾ കൊടുക്കുന്നത് കുറച്ചും കൂടെ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടുകൾക്കാണ്. എന്നാൽ ഇപ്പോൾ കുറച്ചും കൂടെ അത് ലിബറൽ ആക്കിയിട്ട് നോ ഫ്രിൽ അക്കൗണ്ട്സിനും അതുപോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്കും ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നില്ല. Check must be signed by the customer. A check must be signed by the customer, that is the account holder. Unsigned checks or signed by persons other than customers are not regarded as check. നമ്മൾ സൈൻ ചെയ്യാത്ത ഒരു ചെക്കും നമുക്ക് വാലിഡ് ആയിട്ടുള്ള ചെക്കായിട്ട് കണക്കാക്കാൻ കഴിയില്ല. A check must be payable on demand. A check when presented for payment must be paid on demand. If check is made payable after the expiry of a certain period of time, then it will not be a check. നമുക്ക് കൃത്യമായ സമയത്ത് എക്സ്പയറേഷൻ ടൈമിന് മുമ്പായിട്ട് നമ്മളത് സബ്മിറ്റ് ചെയ്തിരിക്കണം. സബ്മിറ്റ് ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ബാങ്ക് കാശ്, നമ്മൾ ചെക്ക് എഴുതി എന്നതുകൊണ്ട് ബാങ്ക് കാശ് കൊടുക്കണ്ട, ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്തുവെങ്കിൽ മാത്രമേ അത് കാശ് കൊടുത്താൽ മതി. ചെക്ക് മസ്റ്റ് ബി മെൻഷൻ എക്സാക്ട് എമൗണ്ട് ടു ബി പെയ്ഡ്. ചെക്ക് മസ്റ്റ് ബി ഫോർ മണി ഓൺലി. ദ എമൗണ്ട് ടു ബി പെയ്ഡ് ബൈ ദ ബാങ്കർ മസ്റ്റ് ബി സർട്ടൺ. ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്. അത് സ്വാഭാവികമായിട്ടും എല്ലാ ലീഗൽ ഇൻസ്ട്രുമെൻറ്റുകളിലും നമ്മൾ വേർഡ്സിലും ഫിഗേഴ്സിലും നമ്മൾ അതിൻ്റെ എമൗണ്ട് എഴുതുന്നതാണ്. പേ മസ്റ്റ് ബി സർട്ടൺ ടു ഹും പേയ്മെൻറ്റ് ഇസ് മെയ്ഡ്. കൃത്യമായിട്ടും ആർക്കാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുത്തിരിക്കണം. അത് റിയൽ പേഴ്സൺ ആവാം, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളോ ഏതുമാകാം. അങ്ങനെയും നമുക്ക് പേയ്മെൻറ്റുകൾ കൊടുക്കാനായിട്ട് കഴിയും. ചെക്ക് മസ്റ്റ് ബി ഡ്യൂലി ഡേറ്റഡ് ബൈ കസ്റ്റമർ ഓഫ് ബാങ്ക്. കൃത്യമായി നമ്മൾ ഡേറ്റ് ചെയ്തിരിക്കണം. അതിൽ ഡേറ്റും മന്തും ഇയറും കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ചെക്ക് ഈസ് വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. നമ്മൾ ഇന്ന് ഇടുന്ന ഒരു ചെക്ക്, ഡേറ്റ് ചെയ്യുന്ന ഒരു ചെക്ക്, അതിന് 6 മാസത്തേക്ക് മാത്രമേ വാലിഡിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ അതിന് യാതൊരു വാല്യൂ ഇല്ല എന്നുള്ളതാണ് സത്യം. ചെക്ക് ഹാസ് 3 parties. ചെക്കിന് 3 parties ഉണ്ട്: ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ഡ്രോയർ ഇസ് എ പേഴ്സൺ ഹു ഡ്രോസ് എ ചെക്ക്. ആരാണോ ചെക്ക് എഴുതുന്നത് അയാളാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഡ്രോയി ഇസ് എ ബാങ്ക് ഓൺ ഹൂം ദ ചെക്ക് ഈസ് ഡ്രോൺ. ഏത് ബാങ്കിൻ്റെ മുകളിലാണോ നമ്മൾ ചെക്ക് എഴുതുന്നത് അല്ലെങ്കിൽ ആരുടെ പേരിലാണോ ഏത് ബാങ്കിൻ്റെ പേരിലാണോ എഴുതുന്നത്
അതിനെ ഡ്രോയി ബാങ്ക് അല്ലെങ്കിൽ ഡ്രോയി എന്ന് പറയും. പേയ് എന്ന് പറയുന്നത് പേയ് ഈസ് എ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ എ ചെക്ക് ഇസ് നോൺ. ആരുടെ പേരിലാണോ, ആർക്ക് പണം ലഭിക്കാനാണോ നമ്മൾ ചെക്ക് എഴുതുന്നത്, ആ വ്യക്തിയെ നമ്മൾ പേയ് എന്ന് പറയും. അപ്പോൾ 3 പ്രധാനപ്പെട്ട പാർട്ടീസ് ഇതിലുണ്ട്. ഡെലിവറീസ്, ഡെലിവറി ഓഫ് ചെക്ക് ഇസ് എസെൻഷ്യൽ. നമ്മൾ ചെക്ക് എഴുതി വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ആ ചെക്ക് ആവശ്യമുള്ള ആൾക്ക് നമ്മൾ കൈമാറുന്നുവെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. The check must bear a date, otherwise it is invalid and shall not be honored by the check. ചെക്ക് ഇല്ല, ഡേറ്റ് ഇല്ലാത്ത ഒരു ചെക്കും നമ്മുടെ ബാങ്കുകൾ ഓണർ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തേതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. കടകളിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ക്രെഡിറ്റിന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വാങ്ങിയ ആൾ, ക്രെഡിറ്റിന് സാധനം വാങ്ങിയ കടക്കാരൻ അല്ലെങ്കിൽ ട്രേഡർ, അദ്ദേഹം സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുന്ന, അതായത് പ്രോഡക്റ്റും സർവീസും തന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാൽ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് സെക്ഷൻ 5 പറയുന്നത്, an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only or to the order of a certain person or the bearer of the instrument. നമ്മൾ പ്രോനോട്ടിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, ഏതാണ്ട് അതേ ഡെഫിനേഷൻ തന്നെയാണ് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലും പറയാനുള്ളത്. ഇതാണ് ഒരു സ്പെസിമെൻ എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ. ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇവിടെ ഇതേ സ്ട്രക്ചർ തന്നെയാവണമെന്നില്ല, പക്ഷേ ഇതേ സെയിം കണ്ടന്റ് ആയിരിക്കും. നമ്മളിപ്പം ഇവിടെ ഡേറ്റും അതിൻ്റെ പ്ലേസും കൊടുത്തിട്ടുണ്ട്, എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. 2 months after date pay to Mr. Kamal Akmal or his order the sum of money of rupees 30,000 only for value received. അപ്പോൾ അത് ആരുടെ പേരിലാണെന്നും അതുപോലെ തന്നെ എഴുതിയ ആളുടെ സിഗ്നേച്ചറും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒന്നാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 മാസത്തിന് ശേഷം ഇതിൻ്റെ പണം കൊടുക്കാമെന്നുള്ളതാണ്. അങ്ങനെ 2 മാസത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന കമാൽ അക്മലിന് ആ പണം സ്വീകരിക്കാം. അല്ലെങ്കിൽ 2 മാസത്തിന് മുമ്പ് പണം ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന് ബാങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്ത്, അതായത് ഇപ്പോൾ 30,000 രൂപയാണ് കിട്ടാനുള്ളത്, അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു 29,000 രൂപ മാത്രമായിരിക്കും ചിലപ്പോൾ ലഭിക്കുന്നത് ബാങ്കിൽ കൊടുത്താൽ. 1000 രൂപ ചിലപ്പോൾ ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്യും. പക്ഷേ അതിൻ്റെ ഗുണം 2 മാസം വെയിറ്റ് ചെയ്യേണ്ട, ഇത് ലഭിച്ച ഉടനെ തന്നെ ബാങ്കിനെ സമീപിക്കുകയും പണം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ 2 മാസം വരെ വെയിറ്റ് ചെയ്യുന്ന അത് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ബാങ്ക് സഹായിക്കും. അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. അഗെയിൻ റൈറ്റിംഗിലാണ്, നമുക്ക് ഓറലായിട്ട് പറ്റില്ല. ഇത് കൃത്യമായി സൈൻ ചെയ്തിരിക്കണം. അത് സൈൻ ചെയ്യാത്തതൊക്കെ ഇല്ലീഗലാണ്, അതുപോലെ ലീഗലി വാലിഡ് അല്ല. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഒരു ഓർഡറും ഒരു കണ്ടീഷനും നമുക്കിതുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. കൃത്യമായിട്ടും അത് പേയ്മെൻറ്റിനെ കുറിച്ച് മാത്രമായിരിക്കണം അതിൽ പറഞ്ഞിരിക്കുന്നത്. ദ ഓർഡർ മസ്റ്റ് ബി ടു പേ മണി ആൻഡ് മണി ഓൺലി. മണി പേയ്മെൻറ്റ്, കറൻസി പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ അതിൽ പറയാൻ കഴിയുള്ളൂ. സം പേയബിൾ മസ്റ്റ് ബി സ്പെസിഫിക്. ഇപ്പോൾ നമ്മൾ 30,000 എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുപോലെ അത് കൃത്യമായി കൊടുത്തിരിക്കണം. ദ മണി മസ്റ്റ് ബി പേയബിൾ ടു എ ഡെഫിനിറ്റ് പേഴ്സൺ ഓർ ടു ഹിസ് ഓർഡർ ഓർ ടു ദ ബെയറർ. ഒരു കൃത്യമായ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തി നിശ്ചയിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ വ്യക്തി ചിലപ്പോൾ അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ബാങ്കിൻ്റെ കയ്യിലായിരിക്കും അതിൻ്റെ പൊസഷൻ ഉള്ളത്. അപ്പോൾ ബെയറർ എന്ന് പറയുന്നത് ബാങ്കാണ്. അപ്പോൾ അത് ബാങ്കിനായിരിക്കും നമ്മൾ അതിൻ്റെ പണം കൊടുക്കേണ്ടി വരിക. 4ാമതായിട്ട് പരിചയപ്പെടുന്നതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. നമ്മൾ പൊതുവെ DD എന്ന് പറയും. പലപ്പോഴും പല ആപ്ലിക്കേഷൻസിനും എക്സാമിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് DD എന്ന് പറയുന്ന സംഭവം. എ മെത്തേഡ് യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ടു മേക്ക് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ. നമുക്കിന്ന് ഓൺലൈൻ ട്രാൻസ്ഫറൊക്കെ അവൈലബിൾ ആണെങ്കിലും അതിനൊക്കെ മുമ്പും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് DD എന്ന് പറയുന്നത്. ഇന്നും പലപ്പോഴും പല ഒഫീഷ്യൽ ട്രാൻസാക്ഷൻസിനും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് DD എന്ന് പറയുന്നത്. എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് signifies the availability of cash till the amount specified in the DD. DDയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എമൗണ്ട് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് സിഗ്നിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു എ ചെക്ക് ഇൻ appearance and usage with the difference that a check may or may not be get cashed but a DD is guaranteed payment. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ക്യാഷ് പോലെ തന്നെ ആണ് DD ഇരിക്കുക എങ്കിൽ പോലും ക്യാഷ് അല്ല ചെക്ക് പോലെയാണ് DD ഇരിക്കുന്നതെങ്കിൽ പോലും
ചെക്കിലൊരു പ്രത്യേകത, അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ അത് ഡിസോണർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഡി ഡി എന്ന് പറയുന്നത്, ബാങ്കിൽ നമ്മൾ ഡി ഡി എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യമേ ഒരു 5000-ന്റെ ഡി ഡി എടുക്കുകയാണെങ്കിൽ 5000 രൂപ ബാങ്കിൽ അടച്ചതിന് ശേഷമേ അവർ ഈ ഡോക്യുമെന്റ് നമുക്ക് തരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പണം ഗ്യാരണ്ടീഡ് ആയിട്ട് ഇത് റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ്, ഡി ഡി റിസീവ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ഡി ഡി കയ്യിലുള്ള ആൾക്ക്. അതേസമയം ചെക്ക് അങ്ങനെയല്ല, പണം നമ്മൾ നിക്ഷേപിച്ചിട്ടല്ല ചെക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് സബ്മിറ്റ് ചെയ്താൽ അത് തിരിച്ചു ലഭിക്കണമെന്നില്ല. എന്നാൽ അതിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ പണമില്ലാതെ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് ലീഗൽ കോംപ്ലിക്കേഷൻസ് വളരെയധികമാണ്, നമുക്കെതിരായിട്ട് കേസ് വരികയും ഒക്കെ ചെയ്യും. പക്ഷെ ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയാവുന്നത് ഡി ഡിയും ചെക്കും തമ്മിൽ. ഒരു ഡി ഡിയുടെ ഫോമാറ്റ് ആണ് കാണുന്നത്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഈ പറയുന്നത് പോലെ ചെക്കാണ് എന്ന് തന്നെ നമുക്ക് തോന്നും. എന്നാൽ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് അഷുറൻസ് ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് ഷുവർട്ടി ഉണ്ട് നമുക്ക് ഈ പറയുന്ന ഡി ഡിക്ക് എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. ഓൾമോസ്റ്റ് കണ്ടന്റും എല്ലാം സിമിലർ ആണ്, ഡേറ്റും പേരും അതുപോലെ തന്നെ എമൗണ്ട് ഇൻ ഫിഗേഴ്സ് ആൻഡ് ലെറ്റേഴ്സും അതുപോലെ സിഗ്നേച്ചറും എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കും. പക്ഷേ ഇതിനകത്ത് ഡി ഡി നമ്പർ കാര്യങ്ങൾ ഓരോ ബാങ്കിനനുസരിച്ച് ഡി ഡി ഫോമാറ്റുകളിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ സിമിലർ കണ്ടന്റ് ആണ് എല്ലാത്തിനും ഉണ്ടാകുന്നത്. സോ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും പരിചയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളും ഈ ഇൻസ്ട്രുമെന്റുകളൊക്കെ പരിചയപ്പെടാൻ ശ്രമിക്കുക. ബാങ്കിലും ഒക്കെ നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് ഇത്തരം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഡി ഡിയും ചെക്കും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മറ്റേത് ഒരുപക്ഷെ ട്രേഡേഴ്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്ക് കോമൺ മാൻ ഉപയോഗിക്കാവുന്നതാണ് ഡി ഡിയും ചെക്കും ഒക്കെ. അതൊന്ന് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടണും ഓളും എനേബിൾ ചെയ്യുകയും ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. സോ താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് ഈസി ലേൺ 360.